നമസ്കാരം. ഒരു പൊതുവേദിയിൽ അനീഷും അനുമോളും തമ്മിലുള്ള ചില രസകരമായ നിമിഷങ്ങൾ. അതെ, ഒറ്റനോട്ടത്തിൽ ഇത് ഒരു സാധാരണ സംഭവം പോലെ തോന്നാമെങ്കിലും ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായും. നമ്മൾ സാധാരണ സ്റ്റേജ് ഷോകൾ ഒരു വിനോദം എന്ന രീതിയിലല്ലേ കാണാറ്? അതെ. പക്ഷേ അതെ, പെട്ടെന്നുണ്ടാവുന്ന സാഹചര്യങ്ങളെ താരങ്ങൾ എങ്ങനെ നേരിടുന്നു, അവരുടെ ആ ഒരു ബുദ്ധി, സഹപ്രവർത്തകരോടുള്ള ബഹുമാനം, ഇതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ശരിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ സംഭാഷണങ്ങളുടെ ഓരോ ഭാഗവും എടുത്തൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ആ നൃത്തത്തിനുള്ള ആവശ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അതെ. സംഭാഷണം തുടങ്ങുന്നത് തന്നെ സദസ്സിൽ നിന്നുള്ള ഒരു ആവശ്യത്തോടെയാണ്. അനീഷും അനുമോളും ഒരുമിച്ച് ഡാൻസ് ചെയ്യണം. ആരാധകരുടെ ഒരു സ്ഥിരം ആവശ്യമാണത്. അതെ. പക്ഷേ അനുമോൾ അതിനോട് പ്രതികരിച്ച രീതിയാണ് എനിക്ക് ശരിയൻ രസകരമായി തോന്നിയത്. അവർ നേരെ ശരി കളിക്കാം എന്ന് പറയുകയല്ല ചെയ്തത്. അല്ല, പകരം അനീഷേട്ടനും കൂടെ കളിക്കണം എന്നു മാത്രം എന്നൊരു നിബന്ധന വെച്ചു. അതൊരു എന്താ പറയാ, വളരെ ബുദ്ധിപരമായൊരു നീക്കമായിരുന്നു. അതെങ്ങനെയാണ്? അതായത് ആ ആവശ്യം മുഴുവനായിട്ട് തന്റെ നേരെ വരുന്നത് അവരൊന്ന് തട്ടിമാറ്റി, ഒരു ഡിഫ്ലക്ഷൻ. എന്നിട്ട് സഹപ്രവർത്തകനായ അനീഷിനെ കൂടി അതിൽ ഉൾപ്പെടുത്തി. അപ്പോ ആ ഒരു പ്രഷർ അത് ഒരാളുടെ ചുമരിൽ മാത്രമാവുന്നില്ല, അതവിടെ വിഭജിക്കപ്പെട്ടു. ശരിയാണ്. അതൊരു വ്യക്തിഗത പ്രകടനം എന്നതിലുപരി ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയായി മാറി. അവരത് അവിടെയും നിർത്തിയില്ല. ഇല്ല. വേദിയിലുണ്ടായിരുന്ന അനീഷിന്റെ ഉമ്മയെയും സുഹൃത്തുക്കളെയും കൂടി അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് വളരെ തമാശയായി പറയുന്നു, ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഡാൻസ് ചെയ്യും, ലാസ്റ്റ് സ്റ്റേജ് പൊളിഞ്ഞിട്ട് ഞങ്ങളെ പറയരുത് എന്ന്. അതോടെ ആ ആവശ്യത്തിന്റെ ഒരു ഗൗരവം മുഴുവനായിട്ടും പോയി. അതെ, എല്ലാവർക്കും ചിരിക്കാനുള്ളൊരു വകയായി മാറിയത്. കൃത്യം. ഇതൊരു മികച്ച ക്രൗഡ് മാനേജ്മെന്റ് തന്ത്രമാണ്. ശരി. ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ ആവശ്യത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ശരിയാണ്. ഇവിടെ അനുമോൾ ആ ആവശ്യം നിരസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരാധകർക്ക് നിരാശ തോന്നിയേനെ. തീർച്ചയായും. എന്നാൽ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയതിലൂടെ അവർ കൂടുതൽ സന്തോഷിച്ചു. അപ്പോ അടുത്തത് അനീഷിന്റെ മറുപടിയാണ്. അതും വളരെ രസകരമായിരുന്നു. തനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്ന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് സമ്മതിക്കുന്നു. അതെ. ഞാനൊരു ഡാൻസറോ ഡാൻസിന്റെ ABCD പോലും അറിയാത്ത ആളാണ് എന്ന് പറയുമ്പോൾ ആ സത്യസന്ധത ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇതൊരു ഒഴിഞ്ഞുമാറൽ തന്ത്രമായിട്ട്, ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ലേ? ഒരു സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞ രീതിയും അതിനോട് ചേർത്തുവെച്ച കാര്യങ്ങളുമാണ് അതിനെ ഒരു ഒഴിഞ്ഞുമാറൽ എന്താതാക്കുന്നത്. അതെങ്ങനെയാണ്? അദ്ദേഹം വെറുതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നിർത്തിയില്ല. പകരം ബിഗ് ബോസിൽ എല്ലാവരും തന്നോട് ഒന്ന് ഫ്ലെക്സിബിൾ ആവനീഷേ എന്ന് പറഞ്ഞിരുന്ന കാര്യം ഓർത്തെടുത്തു. ആ ഒരു റെഫറൻസ്. അതെ. അപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു കഴിവില്ലായ്മയെ പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാവുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇമേജുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ശരിയാണ്. ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അത് പെട്ടെന്ന് കണക്റ്റ് ആവും. അതാണതിലെ മിടുക്ക്. ഇതിനെ സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ എന്ന് പറയും. സ്വയം കളിയാക്കുന്ന രീതി. അതെ, സ്വയം ഇകഴ്ത്തിയുള്ള നർമ്മം. ഇത് പ്രേക്ഷകരുമായിട്ട് വളരെ പെട്ടെന്നൊരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ താൻ എല്ലാം തികഞ്ഞ ആളല്ല എന്നൊരു സന്ദേശം കൊടുക്കുന്നു. കൃത്യം. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്. ആ ഒരു ഏറ്റുപറച്ചിൽ അദ്ദേഹത്തെ കൂടുതൽ വിശ്വസ്തനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. നമ്മളിൽ മിക്കവരോടും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ടായിരിക്കാം നമുക്കത് അത്രയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അതുതന്നെ. അങ്ങനെ ആ നൃത്തത്തിന്റെ കാര്യം വളരെ ഭംഗിയായി കഴിഞ്ഞു. പക്ഷെ ആരാധകർ അവിടം കൊണ്ട് നിർത്തിയില്ല, അല്ലേ? ഇല്ല. അടുത്ത ആവശ്യം വന്നു. അനീഷിന്റെ ബിഗ് ബോസ് കാലത്തെ മറ്റൊരു ഓർമ്മ കൂടി അവർക്ക് വേണമായിരുന്നു. അതെ, അനീഷിന്റെ പ്രശസ്തമായ ആ സുപ്രഭാതം കേൾക്കണം. ഇവിടെയാണ് ഒരു റിയാലിറ്റി ഷോയിലെ ഒരു ചെറിയ നിമിഷം അതെങ്ങനെയാണ് ഒരാളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറുന്നത് എന്ന് നമ്മൾ കാണുന്നത്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ആ ഒരു സാഹചര്യമാണ്. 11 മണി കഴിഞ്ഞു. അതെ. ആ സമയത്താണ് സുപ്രഭാതം പറയാൻ ആവശ്യപ്പെടുന്നത്. അനീഷ് തന്നെ ആ ഒരു വൈരുദ്ധ്യം അവിടെ പറയുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 11 മണിയായി. ഞാൻ കാലത്ത് ബിഗ് ബോസിൽ ഒരു 5 മണിയോടുകൂടെ എണീക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ സാഹചര്യത്തിലെ ഒരു അസ്വാഭാവികതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്നൊരു ആശയത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്. ബിഗ് ബോസിലെ ആ സുപ്രഭാതം രാജകുമാരി എന്ന വാചകം. അതെ, ഇന്ന് അനീഷിന്റെ ട്രേഡ് മാർക്കായി മാറി. അതെ, അദ്ദേഹത്തെ തിരിച്ചറിയുന്ന ഒരു അടയാളം. സച്ചിന്റെ ബാറ്റോ യേശുദാസിന്റെ വെള്ളവസ്ത്രമോ പോലെ ഈ വാക്ക് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് അനീഷിന്റെ മുഖമാണ്.
ശരിയാണ്. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ആ വാക്കിന്റെ അർത്ഥമല്ല വേണ്ടത്. ആ ഓർമ്മയാണ്. ബിഗ് ബോസ് കണ്ടിരുന്ന ആളു കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്ക്, ഒരുതരം നൊസ്റ്റാൾജിയ. തികച്ചും. ആ വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് ബിഗ് ബോസിലെ ആ ദിവസങ്ങൾ ഓർമ്മ വരും, ആ ഒരു അനുഭവം. അത് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയാണ് അവരത് ആവശ്യപ്പെടുന്നത്. ശരിയാണ്. താരങ്ങൾ പലപ്പോഴും അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെയോ പറഞ്ഞ സംഭാഷണങ്ങളുടെയോ ഒരു തടവുകാരായി മാറാറുണ്ടെന്ന് പറയാറുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. അതെ. കുറച്ചൊന്നും മടിച്ചെങ്കിലും അവസാനം അദ്ദേഹം അത് പറയാൻ സമ്മതിച്ചു. അതെ. പക്ഷേ അദ്ദേഹം അത് അവതരിപ്പിച്ച രീതിയും ശ്രദ്ധേയമാണ്. വളരെ ശാന്തമായിട്ട് രാജകുമാരിക്കൊരു സുപ്രഭാതം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതം രാജകുമാരി, സുപ്രഭാതം എന്ന് പറയുന്നു. ആ നിമിഷം ആൾക്കൂട്ടത്തിന്റെ ഒരു പൊതുവായ ആവശ്യത്തെ അദ്ദേഹം ഒരു വ്യക്തിപരമായ നിമിഷമാക്കി മാറ്റി. അതെ. ആ രാജകുമാരി എന്നത് ബിഗ് ബോസിലൊരു സാങ്കല്പിക കഥാപാത്രമായിരുന്നു. പക്ഷെ ഇവിടെ ആ വേദിയിൽ വെച്ച് അദ്ദേഹം അത് പറയുമ്പോൾ അതിനൊരു പുതിയ അർത്ഥം വരുന്നു. അപ്പോഴാണ് ഈ സംഭാഷണത്തിലെ ഏറ്റവും മനോഹരമായ, ആരും പ്രതീക്ഷിക്കാത്തൊരു നിമിഷം വരുന്നത്. അതെ. അനീഷ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അനുമോൾ വളരെ സ്വാഭാവികമായി ചോദിക്കുകയാണ്, അനുവാണ് രാജകുമാരി എന്ന് വിചാരിച്ചുവെന്ന്. ആ ഒരു ചോദ്യം അതവിടെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ല. അതാ വേദിയിലെ മുഴുവൻ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചു. അത് മുൻകൂട്ടി തയ്യാറാക്കിയൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. തീർച്ചയായും. ആ നിമിഷത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നൊരു പ്രതികരണമാണത്. അനീഷിന്റെ രാജകുമാരി പ്രയോഗത്തെ അവർ വളരെ ഭംഗിയായിട്ട് തന്നിലേക്ക് കണക്ട് ചെയ്തു. അനീഷിന്റെ മറുപടിയും ഒട്ടും പിന്നിലായിരുന്നില്ല. ഇല്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ വളരെ ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, രാജകുമാരി തന്നെ. അതെ. അത് കേട്ടപ്പോ സദസ്സിൽ നിന്നും വലിയ കയ്യടിയാണ് ഉയർന്നത്. ശരിയാണ്. ശേഷം അദ്ദേഹം ഒരിക്കൽ കൂടി, ഇത്തവണ അനുമോൾക്കു വേണ്ടി മാത്രമായി അത് ആവർത്തിച്ചു, സുപ്രഭാതം രാജകുമാരി, സുപ്രഭാതം. കണ്ടില്ലേ എങ്ങനെയാണ് ഒരു പൊതുവായ ആവശ്യം രണ്ടുപേർ ചേർന്നുള്ള വളരെ മനോഹരവും വ്യക്തിപരവുമായ ഒരു നിമിഷമായി മാറിയതെന്ന്. അതെ. ഇത് തുടങ്ങുന്നത് സദസ്സിന്റെ ഒരു ആവശ്യത്തിൽ നിന്നാണ്. പക്ഷെ അത് അവസാനിക്കുന്നത് അനീഷും അനുമോളും തമ്മിലുള്ളൊരു രസകരമായ സംഭാഷണത്തിലാണ്. ഇതിനെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത്, അല്ലേ? അതെ. ആ ഒരു ഓൺ സ്റ്റേജ് കെമിസ്ട്രി. അനുമോൾ ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു സാധാരണ സുപ്രഭാതം പറച്ചിലായി തീർന്നേനെ. ശരിയാണ്. അനീഷ് അതിന് അത്രയും ഭംഗിയായി മറുപടി നൽകിയില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ആ നിമിഷത്തിന്റെ ഭംഗി നഷ്ടപ്പെട്ടേനെ. തീർച്ചയായും. ഒരു സ്ക്രിപ്റ്റുമില്ലാത്ത സാഹചര്യങ്ങളെ അവർ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് ഒരു കലാകാരന്റെ യഥാർത്ഥ കഴിവ് നമ്മൾ കാണുന്നത്. അതെ, അവരുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്. അപ്പോ നിങ്ങൾ നൽകിയ ഈ സംഭാഷണ ശകലങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതെ. ആരാധകരുടെ ആവശ്യങ്ങളെ കേവലം അനുസരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ അതിനെ എങ്ങനെ ഒരു ക്രിയാത്മകമായ നിമിഷമാക്കി മാറ്റാം. റിയാലിറ്റി ഷോകൾ താരങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു. അതെ, അവരുടെ ഒരു വാക്കുപോലും എങ്ങനെയാണ് ഒരു അടയാളമായി മാറുന്നത്. പിന്നെ സഹപ്രവർത്തകർ തമ്മിലുള്ളൊരു നല്ല രസതന്ത്രം അതെങ്ങനെ ഒരു സാധാരണ നിമിഷത്തെ പോലും അവിസ്മരണീയമാക്കുന്നു എന്നെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണത്? നമ്മളൊരു വ്യക്തിയെക്കുറിച്ചൊരു ധാരണ രൂപീകരിക്കുന്നത് അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിന്റെയോ ഒരു പ്രവൃത്തിയുടെയോ അടിസ്ഥാനത്തിലായിരിക്കും. അനീഷിന്റെ സുപ്രഭാതം ഒരു ഷോയിലൊരു ഭാഗം മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അത് അദ്ദേഹത്തിന്റെ അടയാളമായി. ശരിയാണ്. അപ്പോ ഇതിൽ ആ താരത്തിന് എത്രത്തോളം പങ്കുണ്ട്? പ്രേക്ഷകരായ നമുക്കെത്രത്തോളം പങ്കുണ്ട്? നമ്മൾ കാണുന്ന ഈ ഇമേജ് യഥാർത്ഥത്തിൽ ആരാണ് നിർമ്മിക്കുന്നത്? ആ വ്യക്തിയാണോ അതോ നമ്മൾ ഓരോരുത്തരുമാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.